ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കുറച്ച് സ്ഥലമേ ഉള്ളെങ്കിലും ഇങ്ങനെ കാന്താരിയും അതുപോലെ പച്ചമുളകും കറിവേപ്പൊക്കെ ചെറുതായിട്ട് നട്ടുപിടിപ്പിക്കാറുണ്ട് ചട്ടികളിൽ. പക്ഷെ നട്ടുപിടിപ്പിച്ച് വരുമ്പോൾ ഇങ്ങനെ ഇല മുരടിച്ച് നിൽക്കുന്നത് നമുക്ക് കാണാം. ചിലതങ്ങ് ഉണങ്ങിപ്പോവുകയും ചെയ്യും. അതിനൊരു സൊല്യൂഷനുമായിട്ടാണ് ഇന്നത്തെ വരവ്. ഓക്കെ, ഇത് ചാരമാണ്. ചാരം 3 സ്പൂൺ ചാരം ആണ് വേണ്ടത്. 3 സ്പൂൺ ചാരം അളന്നിട്ടേക്കുവാണ്. നമുക്ക് ചാരം ഒന്നും ഉണ്ടായിരുന്നില്ല. അടുപ്പിൽ തീ കത്തിക്കുന്ന ഇല്ല, ഗ്യാസും സ്റ്റൗവൊക്കെ ആയതുകൊണ്ട്, കറണ്ടിൻ്റെ ഇതൊക്കെ ആയതുകൊണ്ട് ചാരം അടുത്ത പറമ്പിൽ കരിയില കൂട്ടിയിട്ട് കത്തിച്ച ചാരം വാരിക്കൊണ്ട് വന്ന കേട്ടോ. അതിൽ 3 സ്പൂണാണ് ചാരം എടുത്തിരിക്കുന്നത്. ഒരു പാത്രത്തിലേക്ക് ചാരം 3 സ്പൂൺ ഇട്ടു. മൂന്നാമത്തെ സ്പൂണ്. അതിനുശേഷം നമ്മളതിലേക്ക് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. നമ്മൾ പൊടിച്ച് വെച്ചത് കടയിൽ നിന്ന് വാങ്ങിച്ചതൊക്കെ ആണ്. ഇത് നമ്മൾ പൊടിച്ച പൊടിയായിരുന്നു. അതുകൊണ്ട് നല്ല പൊടിയാണെന്നുള്ളത് ഒരുറപ്പുണ്ട്. കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് എല്ലാം ഒന്നും നല്ലതായിരിക്കണമെന്നില്ലല്ലോ, പാക്കറ്റൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. മഞ്ഞൾപ്പൊടി 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് വരുന്നത്. 3 സ്പൂൺ ചാരവും 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആണ് ഇടുന്നത്. അത്രയുമാണ് ആവശ്യമുള്ളൂ. കുറച്ച് ചെടികൾക്കൊക്കെ ഇത്രയും മതി. അതിലേക്ക് 1 ലിറ്റർ വെള്ളമാണ് ഒഴിക്കുന്നത്. അതായത് 3 സ്പൂണ് ചാരവും 1 സ്പൂൺ മഞ്ഞൾപ്പൊടിക്കും 1 ലിറ്റർ വെള്ളത്തിലാണ് കലക്കുന്നത്. 1 ലിറ്റർ വെള്ളം കിട്ടിയില്ല, വെള്ളം ഒഴിച്ച് വെള്ളം എടുത്തത് കുടിക്കുവോ പറഞ്ഞു പോകുകയും ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ട് കുട്ടിയുള്ളത് കൊണ്ട് അങ്ങനെ ഇട്ടു. അപ്പോൾ അത് 1 ലിറ്റർ വെള്ളം ഒഴിച്ചു, നന്നായിട്ട് ഇളക്കി എടുത്തതിന് ശേഷം അതിന് നമുക്ക് അരിച്ചെടുക്കണം. അരിച്ച് സ്പ്രേ ബോട്ടിലേക്ക് മാറ്റാം. അരിച്ച് എടുത്ത് അതൊരു സ്പ്രേ ബോട്ടിലേക്ക് തന്നെയാണ് ഞാൻ അരിച്ച് ഒഴിച്ചത് കേട്ടോ. വേറെ പാത്രത്തിലേക്ക് അരിച്ച് ഒഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമുണ്ട്. വേറെ പാത്രത്തിലൊന്നും ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എളുപ്പവഴി നോക്കിയതാണ് കേട്ടോ. കുറച്ച് പോയി, ഏതായാലും വലിയ കാശ് മുടക്കുള്ള സംഭവം അല്ലാത്തത് കൊണ്ട് കുറച്ചൊക്കെ പോയാലും നമുക്ക് കുഴപ്പമില്ലല്ലോ. അങ്ങനെ സ്പ്രേ ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. സ്പ്രേ ബോട്ടിൽ ചെയ്ത് പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് ചെടികളിലേക്ക് തളിച്ച് കൊടുക്കാം. എൻ്റെ ഈ കാന്താരി ചെടി ഒക്കെ നന്നായിട്ട് മുരടിച്ചിരിക്കുമായിരുന്നു കേട്ടോ. ഇത് തളിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഈ കാന്താരി ചെടി നന്നായിട്ട് വയലറ്റ് കാന്താരി ഉണ്ടാകുന്ന ചെടിയാണെങ്കിൽ മുളകൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അത് തളിക്കാൻ തുടങ്ങിയ പിന്നെയാണ് പച്ചമുളകൊക്കെ ഉണ്ടായത്. ഞാൻ കുറച്ച് ദിവസം മുമ്പ് തളിച്ച് പരീക്ഷിച്ചിട്ടാണ് ഇപ്പോൾ നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പൂക്കളൊക്കെ ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട്. മുളകും അതിനകത്ത് ഉണ്ട്. വയലറ്റ് കളറിലുള്ള കാന്താരിയാണ് ഇത്. ചെടി നല്ലോണം വളർച്ച വായിക്കുന്ന സൂര്യപ്രകാശത്തിൻ്റെ ഒരു അഭാവമായിരിക്കാം വീടിനോട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് ഇത്രയും വളർന്നതെന്ന് വിചാരിക്കുന്നു. വലിയ ചെടിയായിരുന്നു. അപ്പോൾ ഇങ്ങനെ തളിക്കുന്നതുകൊണ്ടാണ് കണ്ടോ, പുതിയ ഇലയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. കാന്താരിയൊക്കെ ഉണ്ടാകുന്നുണ്ട്, ഇഷ്ടംപോലെ പൂക്കളുണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇനി മുളക് ഉണ്ടാകും എന്ന് കരുതുന്നു. കാരണം മുളകൊക്കെ ഉണ്ടല്ലോ ഓൾറെഡി. അങ്ങനെ മുളകിൽ തളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നല്ല രീതിയിൽ ആ മുരടിപ്പ് മാറിയിട്ട് മുളകുകൾ ഉണ്ടാകുന്നുണ്ട്. ഇത് കണ്ടോ, ഈ പച്ചമുളക് കംപ്ലീറ്റ് മുരടിച്ചതായിരുന്നു. അത് പെട്ടെന്ന് തന്നെ റിക്കവറായി വന്നു. ഇത് 1 രാടം ഞാൻ തളിക്കുമായിരുന്നു. 1 രാടം തളിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിറയെ പൂക്കളും പച്ചമുളകും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഒരു കറിവേപ്പ് മുരടിച്ച് ആകെ ഇലക്കൊക്കെ പൂക്കൾ ഇങ്ങനെ പുള്ളിയും പാണ്ടും പോലെയായിരുന്നു. അപ്പോൾ ആ ഇലയൊക്കെ ഒടിച്ച് കളഞ്ഞ് പുതിയ ഇല വന്നപ്പോൾ ഇത് തളിച്ചപ്പോൾ നല്ല ഇല വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. കുറച്ച് സ്ഥലത്ത് ചട്ടിയിൽ ചെടികളൊക്കെ നടുന്ന ആളുകൾക്ക് ഇത് പ്രയോജനപ്പെടുന്നതാണ്. ഓക്കെ.